വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ആദ്യമായിട്ടാണ് ഞാനും കുഞ്ഞുട്ടനും തന്നെ ഒരു ലോങ് യാത്ര പോകുന്നത്. എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനും കുഞ്ഞുട്ടനും പയ്യന്നൂർ വരെ ബസ്സിന് പോകാമെന്നുള്ള ടാസ്കിലാണുള്ളത്, തിരിച്ച് ട്രെയിനിനും. അപ്പോൾ കുഞ്ഞുട്ടൻ എൻ്റെ കൂടെ തന്നെ വരുമോ എന്നറിയില്ല, നോക്കണം. എനിക്ക് നേവലിലൊന്ന് പോകണം, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ആദ്യമായിട്ടാണ് കുഞ്ഞുട്ടൻ എൻ്റെ കൂടെ തന്നെ വരുന്നത് കേട്ടോ. ഇപ്പോൾ ഉറങ്ങിയിട്ടല്ല, ഞങ്ങളിത് അവിടെ നിന്ന് പോന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ. കണ്ണൂരിൽ നിന്ന് ബസ് കയറിയപ്പോൾ തന്നെ കുഞ്ഞുട്ടൻ എന്ത് ചെയ്ത് ആ പാട്ടിൽ ലയിച്ച് കണ്ടക്ടറെ നോക്കി വായി നോക്കി ഇങ്ങനെ ഇരുന്ന് അവനെന്താ ലാസ്റ്റ് ഇതാ ഉറങ്ങിപ്പോയി. പാവട്ടോ. മഴയൊന്നുമില്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. മഴയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പയ്യന്നൂർ KSRTC ഉണ്ടോ പ്രൈവറ്റ് ആണോ എന്ന് അറിയത്തില്ല. ഇവിടുന്ന് 58 കിലോമീറ്റർ 60 കിലോമീറ്റർ കണ്ടുണ്ട്. എന്നാ ഓക്കെ, ഞങ്ങളിതാ കണ്ണൂരെത്തി. പ്രൈവറ്റ് ബസ്സിന് ബ്ലോ എടുക്കാനുള്ള ടൈമില്ലായിരുന്നു, വൻ തിരക്കായിരുന്നു. ഞങ്ങൾ KSRTC കയറിയിട്ട് ഫ്രണ്ട് സീറ്റ് പിടിച്ചിട്ടുണ്ട്. കുഞ്ഞിട്ടായി ടാറ്റ പറഞ്ഞ് ഹായ് പറ. നല്ല ഉറക്കമായിരുന്നു, ഉറക്കം എണീറ്റേ ഉള്ളൂ. ഞങ്ങൾ ആ ഫ്രണ്ട് സീറ്റ് ഇരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നത്. മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥ. മിഠായി മേടിച്ചോളൂ. മിഠായി ആരാ മേടിച്ചെന്ന് പാപ്പാ. ഒളിച്ചേ കുഞ്ഞിട്ട് പപ്പയുടെ ഇന്നലത്തെ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടുന്ന് ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ട്രെയിനിനെ ഞങ്ങൾ വന്നത്, ഭയങ്കര റഷായിരുന്നു ട്രെയിനിന്. അപ്പോൾ പിന്നെ വ്ളോഗൊന്നും എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യം അല്ലായിരുന്നു. അവനെ എടുത്തുകൊണ്ട് വെക്കുന്ന കാരണം ഒരു കയ്യിൽ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. അത് പറഞ്ഞപ്പോൾ ഇതാ ആശീൻ്റെ സ്റ്റിച്ചല്ലല്ലോ, ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പിന്നെ തിരിച്ചു വന്നിട്ടുള്ള ഞങ്ങൾ. അപ്പം ഇന്നിതാ സ്റ്റിച്ച് ക്ലീൻ ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് പോകും പിന്നെയും. എന്നിട്ട് അടുത്ത ഞായറാഴ്ച സ്റ്റിച്ച് ആയിരിക്കും. ചെറിയൊരു സർജറി. ആരും അറിയില്ല, നീ എല്ലാവരോടും പറയണ്ടായിരുന്നു. ടണലിന്റെ സിൻഡ്രോം വന്നതാണെന്ന് പറയുന്നത്. ടണൽ സിൻഡ്രോം ആയിരുന്നു. അപ്പോൾ അത് നമ്മളെ റെസ്റ്റിനാ വരിക. ചിലപ്പം ഒന്നുമില്ല, അത് കട്ടാക്കിയ കൈക്കൊരു ചെറിയ വേദന വന്നു, ഞരമ്പൊന്നെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു, തിരിച്ചടച്ചു വെച്ച്. അങ്ങനെയല്ല, അങ്ങനെ തന്നെ ഞരമ്പിന്റെ മേലെ ഒരു ഇതുപോലെ ബ്ലോക്ക് പോലെ വരും, കവചം പോലെ ഒരു സാധനം വരും. അതാണ് ഇത്. എന്നിട്ട് അത് കട്ട് ചെയ്യും. സർജറി ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിടും. അപ്പം നമ്മൾ ഫ്രീ ആയി. കായ് വേണ്ട, ഇതെല്ലാം കട്ട് ചെയ്യണേ. നീ അത് കട്ടാക്കി തന്നു കൊടുക്കണം. പറഞ്ഞോ. ഇത് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 3 ഞരമ്പുണ്ട് ഇവിടെയുള്ള ഈ റിസ്റ്റിനുള്ള. അപ്പോൾ അതിലൊരു കവചം പോലെ വന്നിട്ട് ആ സാധനം ഡോക്ടർ കട്ട് ചെയ്ത് കളയാ ചെയ്തത്. അങ്ങനത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. കൈക്കൊരു ചെറിയ വേദന വന്നു, ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് മാറ്റിയിട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി കളയാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ സംഭവം, വളരെ സിമ്പിൾ. കീറുന്നു, ഞരമ്പ് മാറ്റുന്നു, അടയ്ക്കുന്നു, തുന്നിക്കെട്ടുന്നു, വെക്കുന്നു. 3 ദിവസം വരുമ്പോൾ ഒന്നെടുത്തിട്ട് ഡ്രസ് ചെയ്തിടും. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ സ്റ്റിച്ച് അടിക്കും. അനക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. നോ മോർ പ്രോബ്ലംസ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. ഞാൻ വാങ്ങിയത് കാടമുട്ട ആൻഡ് സാൻഡ്വിച്ച്. നമ്മളിവിടെ പിന്നെ ഞാൻ ഉള്ളിവടയും
ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കടയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഷവർമയൊക്കെ ഉണ്ടായേനെ. നമ്മൾ കുറച്ച് നേരത്തെ പോയി. അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സ്നാക്സും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ വിട്ടുപോയതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യുന്നതാണ്. ടാറ്റാ.